ബഹുമാനപ്പെട്ട MT ഉസ്താദ് ഇന്നലെ ഒരു പ്രഭാഷണം നടത്തി. അദ്ദേഹം കേരളം അറിയപ്പെട്ട വലിയ ഇസ്ലാമിക പണ്ഡിതനാണ്, സുന്നി പണ്ഡിതനാണ്. ഞാൻ വളരെയധികം ബഹുമാനിക്കുന്നൊരു വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹം ഇന്നലെ പ്രഭാഷണത്തിലൂടെ പറഞ്ഞ തീർത്തും പുരുഷവിരുദ്ധമായ പരാമർശത്തോട് ഒരു പുരുഷൻ എന്ന നിലക്ക് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാനേ കഴിയുന്നില്ല. നിങ്ങൾ ആ പ്രഭാഷണം ഒന്ന് കേട്ടു നോക്കൂ. പുരുഷന്മാരും സ്ത്രീകളും ഇടകലരുക, പുരുഷന്മാരും സ്ത്രീകളും പരസ്പരം സ്പർശിക്കുക, അന്യ സ്ത്രീകളും പുരുഷന്മാരും അന്യോന്യം നോക്കി ആസ്വദിക്കുക. കേട്ടില്ലേ നിങ്ങൾ? പുരുഷനും സ്ത്രീയും ഇടകലരുക. പുരുഷൻ എന്ന് പറയുന്ന പദമാണ് അദ്ദേഹം അവിടെ ഉപയോഗിക്കുന്നത്. അന്യ സ്ത്രീയും പുരുഷനും പരസ്പരം സ്പർശിക്കുക, അവിടെയും അദ്ദേഹം പുരുഷൻ എന്ന് പറയുന്ന പ്രയോഗമാണ് പ്രയോഗിച്ചത്. തീർത്തും ഇത് പുരുഷവിരുദ്ധമായ പരാമർശം തന്നെ അല്ലേ? എന്താണ് വാർത്തയിൽ വന്നത്? സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തി സമസ്ത സെക്രട്ടറിന്നോ? അല്ല, അപ്പോൾ പുരുഷന്മാർക്കൊന്നും ഇവിടെ വിലയില്ലേ? അദ്ദേഹം തീർത്തും പുരുഷവിരുദ്ധ പരാമർശം നടത്തിയിട്ട് അതിനും സ്ത്രീ വിരുദ്ധ പരാമർശം. വെറുതെ അല്ല എന്നല്ല ആ ചേച്ചി പറഞ്ഞത്. ഇവിടെ പുരുഷ കമ്മീഷൻ വരിക തന്നെ വേണം, എന്നാലേ നമുക്ക് നീതി കിട്ടുള്ളൂ. ഒരു പുരുഷൻ എന്ന നിലയ്ക്ക് എനിക്ക് വളരെ വലിയ സങ്കടമുണ്ട്. പുരുഷൻ ഇടകലരുക, പുരുഷൻ തൊടുക എന്നൊക്കെ പച്ചയായ പുരുഷവിരുദ്ധ പരാമർശം പറഞ്ഞിട്ട് അതും സ്ത്രീ വിരുദ്ധ പരാമർശമാക്കി മാറ്റി. എന്താ ചെയ്യുക? അപ്പോൾ ഇവിടെ പുരുഷ കമ്മീഷൻ വന്നേ തീരൂ, എന്നാലേ പുരുഷന്മാർക്ക് ഇനി നീതി കിട്ടൂ. ഇതിപ്പോൾ എന്താ വാർത്ത? നല്ല ശരീരഘടനയാണെന്ന് സ്ത്രീയോട് പറയുന്നതും ലൈംഗികാതിക്രമം. ഇതൊന്നും സ്ത്രീവിരുദ്ധമായി ആരും പറയുന്നത് കണ്ടില്ല. അന്യ സ്ത്രീയും പുരുഷനും പരസ്പരം കൂടരുത് എന്ന് പറയുന്നത് പോലും സ്ത്രീവിരുദ്ധമാണെങ്കിൽ ഈ പറഞ്ഞ പ്രസ്താവനയ്ക്ക് എന്തായാലും കടുത്ത സ്ത്രീവിരുദ്ധമാകേണ്ടതാണ്. അല്ലെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുക? ഒരു പെണ്ണിനെ നോക്കിയിട്ട് മോളെ നീ കൊള്ളാട്ടാന്ന് പറഞ്ഞാൽ ഇവിടെ ആകാശം പൊളിഞ്ഞാടുവോ? ഇവിടെ ഭൂമി പൊളിഞ്ഞാടുവോ? അങ്ങനെയല്ലേ പലരും ചോദിക്കാറുള്ളത്. അതുകൊണ്ട് ചോദിച്ചതാ.